വിശുദ്ധ കുർബാന ഒരു പഠനം എന്ന 5-ാമത്തെ യൂണിറ്റിലെ വിശുദ്ധ കുർബാനയിലെ പ്രൊമിയോൻ സെതറകൾ എന്ന 18-ാമത്തെ പാഠത്തിലെ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. 1-ാമത്തെ ചോദ്യം, പ്രൊമിയോൻ, സെതറ എന്നീ പദങ്ങളുടെ അർത്ഥമെന്ത്? പ്രൊമിയോൻ എന്നാൽ ആമുഖം അല്ലെങ്കിൽ പ്രിഫേസ് എന്നാണ് അർത്ഥം. സെതറ എന്ന് പറഞ്ഞാൽ ക്രമം, നിര, ഓർഡർ, സീരീസ്, റോ എന്നൊക്കെയാണ് അർത്ഥം. 2-ാമത്തെ ചോദ്യം, പ്രൊമിയോൻ വായന ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപ് ശുശ്രൂഷക്കാരൻ വിളിച്ചു പറയുന്നത് എന്ത്? അതിൻ്റെ അർത്ഥമെന്ത്? സ്തൗമൻ കാലോസ് എന്നാണ് ശുശ്രൂഷക്കാരൻ വിളിച്ചു പറയുന്നത്. സ്തൗമൻ കാലോസ് എന്ന വാക്കിൻ്റെ അർത്ഥം, സ്തൗമൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിൽക്കുന്നു എന്നാണ്, അല്ലെങ്കിൽ നാം നിൽക്കേണ്ടതാണ് എന്നാണ് അർത്ഥം. കാലോസ് എന്ന് പറഞ്ഞാൽ നല്ലത് അല്ലെങ്കിൽ നല്ലവണ്ണം എന്നാണ് അർത്ഥം. പിന്നെ സ്തൗമൻ കാലോസ് എന്ന് പറഞ്ഞാൽ നാം നല്ലവണ്ണം നിൽക്കണം എന്നാണ് അർത്ഥം. 3-ാമത്തെ ചോദ്യം, പ്രൊമിയോൻ സെതറ പ്രാർത്ഥന സമയത്ത് അതീവ ശ്രദ്ധയോടെ നിൽക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? 3 പോയിന്റുകൾ നമ്മുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. 1, അത് ധ്യാനത്തിനായുള്ള സമയമാണ്. തിരുവചന വായനകൾ കേട്ട ശേഷം വിശ്വാസികൾ വിശുദ്ധ കുർബാനയ്ക്കായിട്ട് ഒരുങ്ങി ധ്യാനിച്ചു നിൽക്കുന്ന ഒരു സമയമാണ്. 2, ഇത് ആത്മസമർപ്പണത്തിനുള്ള സമയമാണ്. അതായത് നമ്മൾ സ്വാഭാവികമായിട്ട് കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുവാനായിട്ട് കഴിവും യോഗ്യതയും ഉള്ളവരല്ല. പാപപങ്കിലമായ ലോകത്തിൽ ജീവിക്കുന്ന നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതിനുള്ള ഒരു അവസരമാണിത്. 3-ാമതായിട്ട് ഇത് പാപപരിഹാരത്തിനും അനുരഞ്ജനത്തിനുമുള്ള സമയമാണ്. അതായത് സ്വന്തം പാപങ്ങളെ ഓർത്ത് അനുതപിക്കുന്നതിനും പരസ്പരമുള്ള തെറ്റുകുറ്റങ്ങൾ മറന്ന് എല്ലാവരോടും അനുരഞ്ജനപ്പെടുന്നതിനുമുള്ള സമയമാണ്. ഈ 3 കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ സമയത്ത് അതീവ ശ്രദ്ധയോടെ നിൽക്കണം എന്ന് പറയുന്നത്. 4-ാമത്തെ ചോദ്യം, സാധാരണയായിട്ട് പ്രൊമിയോൻ്റെ ഉള്ളടക്കം എന്തായിരിക്കും? സാധാരണയായിട്ട് പറഞ്ഞാൽ പ്രൊമിയോനുകൾ അതാത് അവസരങ്ങൾക്ക് അനുസരിച്ചാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതാത് ദിവസത്തിൻ്റെയും ആരാധനയുടെയും സാങ്കത്യം അവയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. 5-ാമത്തെ ചോദ്യം, ആരാധനാ സമയത്ത് നാം നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പ്രാധാന്യം എന്ത്? നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പ്രാധാന്യം, അനുഗ്രഹിക്കപ്പെടുന്നവനായ കർത്താവിൻ്റെ മുൻപാകെയാണ് നാം നിൽക്കുന്നത്. പാപപരിഹാരം നൽകുന്ന ബലിപീഠത്തിൻ്റെ മുൻപാകെയാണ് നാം നിൽക്കുന്നത്. ദിവ്യവും സ്വർഗീയവുമായ രഹസ്യങ്ങളുടെ മുൻപാകെയാണ് നാം നിൽക്കുന്നത്. ആരാധിക്കപ്പെടേണ്ട പൗരോഹിത്യത്തിൻ്റെ സാന്നിധ്യത്തിലാണ് നാം നിൽക്കുന്നത്. 6-ാമത്തെ ചോദ്യം, ഹൂസോയോ എന്നാൽ എന്ത്? പാപപരിഹാര പ്രാർത്ഥന എന്നാണ് ഹൂസോയോ എന്ന പദത്തിൻ്റെ അർത്ഥം. പ്രൊമിയോനും സെതറയ്ക്കും ഇടയ്ക്കാണ് ഈ പ്രാർത്ഥന ചൊല്ലുന്നത്. 7-ാമത്തെ ചോദ്യം, സ്തൗമൻ കാലോസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? സ്തൗമൻ കാലോസ് എന്ന് പറഞ്ഞാൽ നാം നല്ലവണ്ണം നിൽക്കണം എന്നാണ് സ്തൗമൻ കാലോസ് എന്ന വാക്കിൻ്റെ അർത്ഥം. 8-ാമത്തെ ചോദ്യം, ആരാധനാവേളയിൽ നാം നിൽക്കുന്ന സ്ഥലത്തിൻ്റെ 4 പ്രത്യേകതകൾ ശുശ്രൂഷക്കാരൻ വിളിച്ചു പറയുന്നു. അവയേതല്ല? നമ്മൾ മുമ്പേ പറഞ്ഞു അതേ ഉത്തരം തന്നെയാണ്. അനുഗ്രഹിക്കുന്നവനായ കർത്താവിന് മുൻപാകെ, പാപപരിഹാരം നൽകുന്ന ബലിപീഠത്തിൻ്റെ മുൻപാകെ, ദിവ്യവും സ്വർഗീയവുമായ രഹസ്യങ്ങളുടെ മുൻപാകെ, ആരാധിക്കപ്പെടേണ്ട പൗരോഹിത്യത്തിൻ്റെ സാന്നിധ്യത്തിൽ. ഇനി അടുത്ത ചോദ്യം, പ്രൊമിയോൻ സെതറ പ്രാർത്ഥനകൾക്ക് ഓർത്തഡോക്സ് ആരാധനകളിൽ ഉള്ള സ്ഥാനം എന്ത്? നമ്മുടെ ആരാധനയിലെ ഏറ്റവും ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ഭാഗമാണ് പ്രൊമിയോൻ സെതറ പ്രാർത്ഥനകൾ. എല്ലാ യാമപ്രാർത്ഥനകളുടെയും വിശുദ്ധ കൂദാശകളുടെയും കൂദാശകളുടെ രാജ്ഞിയായ വിശുദ്ധ കുർബാനയുടെയും മധ്യേ പ്രൊമിയോൻ സെതറ പ്രാർത്ഥനകൾ വായിക്കുന്നുണ്ട്. അത്രത്തോളം സഭ ഈ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ട്. 10-ാമത്തെ ചോദ്യം, ഹൂസോയോ എന്ന പദത്തിൻ്റെ അർത്ഥം. നമ്മൾ മുമ്പേ പറഞ്ഞു പാപപരിഹാര പ്രാർത്ഥന എന്നാണ് ഹൂസോയോ എന്ന പദത്തിൻ്റെ അർത്ഥം. 11-ാമത്തെ ചോദ്യം, പ്രൊമിയോൻ സെതറ പ്രാർത്ഥനകൾക്കിടയിൽ ഹൂസോയോ പ്രാർത്ഥന ചൊല്ലുന്നതിൻ്റെ സാങ്കത്യം എന്ത്? വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് പാപപരിഹാരം നൽകുന്ന കൂദാശയാണ്. വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന പട്ടക്കാരൻ തൻ്റെയും ജനങ്ങളുടെയും പാപങ്ങൾ മായ്ച്ചു കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വന്തം പാപങ്ങളെ ഓർത്ത് അനുതപിക്കുവാനും പരസ്പരമുള്ള തെറ്റുകുറ്റങ്ങൾ മറന്ന് എല്ലാവരോടും അനുരഞ്ജനപ്പെട്ട വിശുദ്ധ കുർബാനയിലേക്ക് നമ്മളെ പ്രാപ്തരാക്കുവാനുമുള്ള ഒരു സമയമാണ് ഹൂസോയ പ്രാർത്ഥനയുടെ സമയം.
പാപികളായ നാം ഓരോരുത്തരും കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുവാനായിട്ട് യോഗ്യത നേടുന്നതിന് ഹോസോയ പ്രാർത്ഥന നമുക്ക് സഹായകരമായി മാറുന്നു. 12-ാമത്തെ ചോദ്യം, പ്രൊമിയോൻ സെതറ പ്രാർത്ഥനകളുടെ സമയത്ത് ശ്രദ്ധയോടെ നിൽക്കുന്നതിൻ്റെ കാരണങ്ങൾ ഏവ? നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ 4 പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. അനുഗ്രഹിക്കുന്നവനായ കർത്താവിൻ്റെ മുൻപാകെയും പാപപരിഹാരം നൽകുന്ന ബലിപീഠത്തിൻ്റെ മുൻപാകെയും ദിവ്യവും സ്വർഗീയവുമായ രഹസ്യങ്ങളുടെ മുൻപാകെയും ആരാധിക്കപ്പെടേണ്ട പൗരോഹിത്യത്തിൻ്റെ സാന്നിധ്യത്തിലുമാണ് നമ്മൾ നിൽക്കുന്നത്. ആരാധനാവേളയിൽ നാം നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഈ 4 പ്രത്യേകതകൾ കാരണം നാം അതീവ ശ്രദ്ധയോടെ ആരാധനയിൽ സംബന്ധിക്കേണ്ടതുണ്ട്. പ്രൊമിയോൻ സെതറ പ്രാർത്ഥനകളുടെ സമയത്ത് നിൽക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധിക്കും കരുണയ്ക്കും സ്തുതി അർപ്പിക്കുന്നതോടൊപ്പം വിശ്വാസികളുടെ ആവശ്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരവസരമാണ് പ്രൊമിയോൻ സെതറ പ്രാർത്ഥനകൾ. സമൂഹത്തിൻ്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന ഒരവസരമാണ്. യുദ്ധങ്ങളും ക്ഷാമങ്ങളും വരൾച്ചയും നീങ്ങിപ്പോകുന്നതിനും ദൈവഹിതം നടപ്പാക്കുന്നതിനും വാങ്ങിപ്പോയവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന അവസരമാണ്. പരിശുദ്ധ തൃത്വത്തിന് സ്തുതിയും സ്തോത്രവും സമർപ്പിച്ചുകൊണ്ടാണ് ഈ പ്രാർത്ഥന സമാപിക്കുന്നത്. ഇത്രയും ഗൗരവതരമായ ഒരു പ്രാർത്ഥനയായതുകൊണ്ടാണ് പ്രൊമിയോൻ സെതറ പ്രാർത്ഥനകളുടെ സമയത്ത് ശ്രദ്ധയോടെ നിൽക്കണം എന്ന് പറയുന്നത്. 13-ാമത്തെ ചോദ്യം, പ്രൊമിയോൻ സെതറ പ്രാർത്ഥനകളുടെ അവസാനത്തിൽ വിശ്വാസികളെ അനുഗ്രഹിച്ചുകൊണ്ട് പട്ടക്കാരൻ ചൊല്ലുന്നത് എന്ത്? ദൈവത്തിൽ നിന്നും കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും 2 ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ എന്നാണ് പട്ടക്കാരൻ പ്രൊമിയോൻ സെതറ പ്രാർത്ഥനകളുടെ അവസാനത്തിൽ വിശ്വാസികളെ അനുഗ്രഹിച്ചുകൊണ്ട് ചൊല്ലുന്നത്. ഇത്രയുമാണ് ഈ പാഠഭാഗത്തിൻ്റെ ചോദ്യോത്തരങ്ങൾ. താങ്ക് യു.